ഇവനിതെന്താ നോക്കുന്നത്? ആരാ വേണ്ടത്? ഹായ് സർ. ആ. ഞാനിവിടെ അടുത്ത് വരെ വന്നതായിരുന്നു. ഉം. എന്റെ വണ്ടി ഒന്ന് റിപ്പയർ ആയി ഓ, പോയി. ഓക്കെ. ഇവിടെ തൊട്ടടുത്താണെങ്കിൽ വേറെ ഒരു വീട് ആ, ഞാൻ കണ്ടില്ല. ഉം. നിങ്ങളുടെ വീടാ കണ്ടത്. അതുകൊണ്ടാ ഇങ്ങോട്ട് വന്നേ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, നിങ്ങൾക്കറിയാവുന്ന മെക്കാനിക് വല്ലതും ഇവിടെ ഉണ്ടോ? ആ, എനിക്കറിഞ്ഞ മെക്കാനിക് ഒരാള് ഇവിടെ അടുത്തുണ്ട്. ഉഹും. ഞാൻ അവരെ വിളിച്ചു പറയാം. ഓക്കെ അല്ലേ? ഒരുപാട് നന്ദിയുണ്ട്. ഉം. ഉം. ഹലോ, പറയൂ സാർ. എന്താ സാറേ, എന്താ പ്രശ്നം? എവിടെയാണ്? ഇവിടെ തന്നെയുണ്ട്. അടുത്തൊരു വണ്ടി ഡെലിവറിക്ക് വന്നാ. എനിക്ക് അറിഞ്ഞ ഒരാളുടെ ബൈക്ക് റിപ്പയർ ആയി. ഓ, അങ്ങനെയാണോ? ഏത് വണ്ടിയാ സാറേ? എവിടെ ഇപ്പോൾ ഉള്ളേ? ഇവിടെ അടുത്താ, എൻ്റെ വീട്ടിൻ്റെ അടുത്ത്. ഓ, ശരി സാർ, ഞാൻ വന്ന് നോക്കിക്കോളാം. ആണോ? എത്ര സമയവും? ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യ് സാറേ. ശരി, വന്നേക്ക്. ശരി സാർ. ആ, അങ്ങനെ എന്താ പറഞ്ഞേ? ഒരു അരമണിക്കൂർ ആവത്രേ. അതിനുള്ളിൽ അവൻ വന്നേക്കും. അവന് ഷെഡിൽ എന്തോ ജോലിയുണ്ടെന്ന്. ആ, അത് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ അരമണിക്കൂർ ആകുമല്ലേ? ഉം. എന്നാ ശരി, ഞാൻ താഴെ വെയിറ്റ് ചെയ്യാട്ടോ. അയ്യോ, നിങ്ങൾ എന്തിനാ വെറുതെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നേ? ആ, നിങ്ങൾക്ക് നമ്മുടെ വീട്ടിലിരിക്കാലോ. അയ്യോ അതൊന്നും വേണ്ട, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. സാരമില്ലെന്നേ, ഞാൻ താഴെ വെയിറ്റ് ചെയ്തോളാം. അയ്യോ, ഇതിലെന്ത് കഷ്ടമുള്ളത്? എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അകത്തേക്ക് വരുന്നേ. നിങ്ങൾ എന്റെ ഗസ്റ്റിനെ പോലെയാ. വരുന്നവരെ അകത്തേക്ക് ഇരിക്കും. പുറത്ത് നിന്നാ വരുന്നവരും പോണവരൊക്കെ നിങ്ങൾ എന്തോ പോലെ നോക്കും. എന്തിനാ വെറുതെ അതൊക്കെ? ഉം, കൂടുതൽ ആലോചിക്കണ്ടെന്നേ. അകത്ത് വന്നിരിക്കൂ, യാതൊരു പ്രശ്നവുമില്ല. ശരി എന്നാ. വരുന്നു. ഉം. വരൂ, അകത്തിരിക്കാം. ഉം. ഇരിക്കൂ. താങ്ക്സ് കേട്ടോ. എന്താ കുടിക്കുന്നേ? കൂൾ ഡ്രിങ്ക്സ്, കാഫി, എന്തെങ്കിലും? ആ, അയ്യോ അതൊന്നും വേണ്ട. എന്തെങ്ങനെ പറയുന്നേ? ഫസ്റ്റ് ടൈം വീട്ടിലേക്ക് വന്നിരിക്കല്ലേ, എന്തെങ്കിലും കുടിക്കണ്ടേ? നിങ്ങൾക്ക് കൂൾ ഡ്രിങ്ക്സ് കൊണ്ടുവരട്ടെ? നിങ്ങളുടെ ഇഷ്ടം. ഉം. ആരാ നിങ്ങള് എന്റെ വീടിന്റെ അകത്ത് വന്നിരിക്കുന്നേ? ആ, ഞാൻ ഇവളൂടെ വന്നത്, അതുകൊണ്ടാ അകത്ത് കയറിയിരുന്നേ. അല്ല, നിങ്ങളല്ലേ പറഞ്ഞ ബൈക്ക് റിപ്പയർ ആയി, ഉം. ഞാൻ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നതെന്ന്. ഇപ്പൊ ആ, ഇദ്ദേഹം ആരാ? ബൈക്കൊക്കെ റിപ്പയർ ആയി. അത് റെഡിയാന്ന് വരെ സംസാരിച്ചിരിക്കാന്ന് വിചാരിച്ചു. അയ്യോ, നിങ്ങൾ രണ്ടുപേരും താഴെ ചെന്ന് വെയിറ്റ് ചെയ്യേ. ബൈക്കിന്റെ അടുത്ത് നിൽക്കൂ. ഞാൻ പറഞ്ഞ മെക്കാനിക്ക് ഇപ്പൊ വന്നേക്കും. ആ, ആ 5 മിനിറ്റ്സ് ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്നോളാം. അത് പുറത്ത് നല്ല വെയിലാ, അതുകൊണ്ടാ ഇവിടെ ഇരുന്നേ. അല്ല, അതിനു വേണ്ടിയല്ല. എനിക്ക് കുറച്ച് വർക്കുണ്ട്, എനിക്ക് പുറത്തു ആ, പോകണം. ഞാൻ അവനെ ഒന്നും കൂടി വിളിച്ചു പറയാം. അവൻ ഇപ്പൊ വന്നേക്കും. ഉം, ഉം. എന്തിനാ ഫോണോ? ഫോണൊക്കെ കയ്യിൽ നിന്ന് വാങ്ങുന്നേ? ഫോണൊന്നും തരാൻ പറ്റില്ല. ഏ? നീ കാശാടാ വെച്ചിരിക്കുന്നേ. ഉം. നിങ്ങളല്ലേ പറഞ്ഞ ബൈക്ക് റിപ്പയർ ആണെന്ന്. ഇപ്പൊ എന്തൊക്കെയാ സംസാരിക്കുന്നത്? നിനക്കിപ്പോഴും കാര്യമൊന്നും മനസ്സിലായില്ലേ? ഉം. അടിച്ചു മാറ്റാൻ വേണ്ടിട്ട് ഫസ്റ്റ് ഇവൾ അകത്തേക്ക് വന്നു. പ്ലാൻ ചെയ്ത പ്രകാരം ഞാനും അകത്തേക്ക് വന്നു. മര്യാദയ്ക്ക് കാശോ ആഭരണങ്ങളും എടുത്തില്ലെങ്കിലുണ്ടല്ലോ, നിനക്ക് നിന്റെ ഈ ഫോണും കിട്ടാൻ പോകുന്നില്ല, നിന്റെ ജീവനും നിനക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. എന്റെ വീട്ടിൽ നിങ്ങൾ ചോദിക്കുന്ന പോലെ ഒന്നുമില്ലെന്നേ, എന്നെ വിശ്വസിക്കൂ. അതെങ്ങനെയാടാ ഇല്ലാതിരിക്കുന്നേ? മര്യാദയ്ക്ക് നീ തന്നെ ഇങ്ങ് എടുത്ത് തന്നേക്ക്. അഥവാ തന്നില്ലെങ്കിലുണ്ടല്ലോ, പിന്നെ ആവശ്യമില്ലാതെ ഇവിടെ ഒരു കൊലപാതകം നടക്കും. ഉം, വാ, നീ ഇവിടെ തന്നെ നിൽക്കേ. ഉം. വാടാ. ഏയ്, നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും കിട്ടിക്കഴിഞ്ഞു. വാ, പോകാം. ഉം. പെട്ടെന്ന് വാ. ഉം. എന്റെ ദൈവമേ, ആവശ്യമില്ലാതെ പെണ്ണാണെന്ന് വിചാരിച്ച് വീട്ടിന് നടുക്കിരുത്തിച്ചു. അവന്മാർ എന്റെ കാശും കട്ടോണ്ട് പോയി. എന്തൊക്കെ രീതിയിലാ മോഷ്ടിക്കുന്നേ. ഛേ.